അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാലെടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പാല് ഇളം ചൂടുള്ളതായിരിക്കണം, എന്നാൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഈസ്റ്റ് ആക്റ്റീവായി കിട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് ഇതാ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോ മൈദയാണ്. 250 ml കപ്പിന് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് പാലാണ് കുഴച്ചെടുക്കുന്നത്, പിന്നീട് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പാല് വേണ്ടെന്നുള്ളവർക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വീണ്ടും 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഒന്നിച്ച് പാലൊഴിക്കരുത്, എന്നാൽ പിന്നെ നമുക്കറിയാൻ പറ്റില്ല, നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ചിട്ട് അളവ് വ്യത്യാസം ഉണ്ടാവും. പാലിന് പകരം ചെറു ചൂടുള്ള വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കൈ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. വീണ്ടും നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പൊ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതേ ബൗളിൽ തന്നെ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്ത മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അരമണിക്കൂറായി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതെ, അരച്ചെടുത്ത സവാള ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി മിക്സിയുടെ അതേ ജാറിൽ തന്നെ 10 അല്ലി വെളുത്തുള്ളി അല്ലി ചേർക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി അല്ലികളാണ്. ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 15 വരെ എടുക്കുക. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 10 ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് ചതച്ചെടുത്തു. ഇനി ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം.
നമ്മൾ ചിക്കൻ മസാല പുരട്ടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ കടായിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ്, ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ സവാള അരച്ചെടുത്ത് വെച്ചില്ലേ അത് ചേർത്ത്. സവാള ഒന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചതച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇതിൻ്റെയും പച്ച ചുവ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ഇച്ചിരി ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. ഇതിലും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ചിക്കനിൽ നിന്ന് വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ കഷ്ണങ്ങൾ വെന്തിട്ടുള്ളത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ലാസ്റ്റിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ്. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കണ്ടില്ലേ, ഡബിളായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. അതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടി ഇതാ ഒന്ന് കുഴച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് 3ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. 3ആയിട്ടോ 4ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു പീസ് മാവ് എടുക്കാം. ഒന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കി മാവ് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും വേണ്ട, അങ്ങ് പരത്തിയെടുത്താൽ മതി. ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. ചെറിയ ഉരുളകളാക്കിയിട്ട് നിങ്ങൾക്ക് ഒരട്ടി പ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒന്ന് പരത്തിയെടുത്തു. ഇതുപോലെ ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചോറ്റ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഷേപ്പ് ചെയ്തെടുത്തു. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഒരു പ്ലേറ്റിൽ 4 പരത്തിയെടുത്ത മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് കോരി ഒഴിക്കരുത്. മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ള എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ അത് വീർത്ത് വന്നോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. ഫ്ലെയിം കൂട്ടി വെക്കല്ലേ. അപ്പോൾ 2 വശവും ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ നിറായിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പം നമുക്കിത് ഗോതമ്പ് പൊടിയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ മൈദയിലല്ലേ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൂരിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇതിന്റെ ചൂട് മാറിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വീർത്ത് പൊങ്ങി നിൽക്കും. ഇതിന്റെ കൂടെ പെട്ടെന്ന് സവാളയൊന്നും അരിഞ്ഞെടുക്കാതെ റെഡിയാക്കി എടുത്ത ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഉള്ള് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, കണ്ടില്ലേ. എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്